പോവാൻ വരട്ടെ, ചിലപ്പോ ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. എങ്ങോട്ടാ വണ്ടി നിർത്തുന്നത്? അല്ല നമുക്ക് ചായ കുടിക്കാം. ഞാൻ ചായ വേണമെന്ന് പറഞ്ഞില്ലല്ലോ സാറേ. അങ്ങാട് കളിക്കല്ലേ, അതൊരു പെശക് സാധനം ഉണ്ടാ. അല്ല നിനക്ക് ഏറ്റവും ഇഷ്ടം ബബിൾ ടീ കിട്ടുമോ? ഞാൻ ഇനി കടയിൽ നിന്ന് ബബിൾ ടീ കുടിക്കും. എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയല്ല. എനിക്കിതൊന്നും പോകണ്ട. അവള് പാവാ, എന്നാലും ഇടയ്ക്ക് ഇത്തിരി കുറുമ്പും കുന്നായ്മയൊക്കെ ഉണ്ട്. അത് നല്ല അടികൊള്ളാത്തതിന്റെ. അവർക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ഒപ്പം അവള് പോയി. ഇതിലൊരു ബ്ലെയിം ഗെയിമിന്റെ സൈഡ് വരുന്നുണ്ട്. അതായത് അഖിൽ NRDയെ വൈഫ് ഉപേക്ഷിച്ച് ഒളിച്ചോടി പോകുമ്പോൾ അഖിൽ NRDക്ക് എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അഖിൽ NRDന് എന്തോ വിഷയമാണ്. വിശ്വസിക്കരുതടാ, ലോകത്ത് ഒരു പെണ്ണിനും വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ അവളുമാരെ നമ്മളെ ചതിക്കും, അത് ഉറപ്പാ. പോലീസ് സ്റ്റേഷനകത്ത് ഈ പെൺകുട്ടി പോയിട്ട് മൊഴി കൊടുത്തപ്പോൾ അഖിലിന് വേറൊരു സ്ത്രീയുമായിട്ട് അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്നുള്ള കമന്റുകൾ കമന്റ് ബോക്സിൽ വരുന്നു. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. വ്യക്തിപരമായ ആക്ഷേപം പാടില്ല. വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കടാ. നല്ല റോള് കിട്ടാത്ത ചൊരുക്കി എന്നോട് തീർക്കല്ലോ. കമന്റ് ബോക്സിലെ കമന്റുകൾ ലൈക്ക് എന്താ പറയാ, വേറെ ഒരാളുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു കമന്റ് ഇടുക എന്ന് പറയുമ്പോൾ ചിലർക്ക് അതൊരു ഭയങ്കര ഹരമാണ് തോന്നുന്നു. ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? ഏറ്റവും ശരി നിശ്ചയിക്കാൻ നിങ്ങളാരാ? ലവ് മാരേജ് ആണോ? എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. ഷൈ വേണ്ടല്ലോ. അവിടെ ഒരു മടി ഉണ്ടായില്ല. ഭാര്യ ഉണ്ടാവുക, കുഞ്ഞുണ്ടാവുക, അതൊക്കെ നമ്മുടെ മനസ്സിൽ സ്നേഹത്തിന്റെ വിത്ത് മുളപ്പിക്കുമെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. എവിടെ മേഘനെ കണ്ടേ? അത് എന്റെ വീടിനടുത്ത് തന്നെയാണ് വീട്. ഞങ്ങള് അത് ഈ പറഞ്ഞ ഞങ്ങള് മിണ്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ അവളെ കണ്ടിട്ടില്ല. എനിക്കൊന്ന് അവർ അച്ഛനെ കണ്ടുണ്ട്. മുഖടച്ചൊന്ന് കൊടുക്കുക വേണ്ടത്. അങ്ങനെ കൊടുക്കാൻ ആളുണ്ടായിരുന്നു, അവൾ ഇങ്ങനെ കിടന്ന് തുള്ളുവോ? ഇവരെ ആരും നമ്മൾ ചേർത്ത് പിടിക്കണ്ട. ഇവർ ഇങ്ങനത്തെ രീതിയിൽ ജീവിക്കണം. അവരുടെ സംസ്കാരങ്ങളാണ്, നമ്മളതിന് ചോദ്യം ചെയ്യില്ല. നമ്മൾ വന്നപ്പോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രം. എവിടെ കണ്ടേ? സോഷ്യൽ മീഡിയയില്. ഓ, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ട് ചാറ്റിംഗ് തുടങ്ങി. ചാറ്റ് ചെയ്തു. ഓക്കെ. പിന്നെ ഫോൺ വിളിച്ചു. അങ്ങനെ കുറച്ചുകൂടെ അടുത്തു. പിന്നെ വിചാരിച്ചു ഒരുപോലെ പോവാം. എന്തൊരു തങ്കപ്പെട്ട മനുഷ്യൻ, ഞാൻ തെറ്റിദ്ധരിച്ച് ഇടക്കിടക്ക് വരണേ. അങ്ങനെ വീട്ടില് പറഞ്ഞു. ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായത്, പക്ഷെ നല്ലത് പിന്നെ അവർക്ക് മനസ്സിലായി സംഭവം. അപ്പൊ രണ്ട് വീട്ടുകാർക്ക് ഓക്കെ ആയി. പിന്നെ അവർ സംസാരിച്ചു. അങ്ങനെ അവസാനം ഒരു കല്യാണത്തിൽ എത്തിച്ചു. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. ഒരു സോഷ്യൽ മീഡിയ സ്പേസിലും അഖിൽ ഇന്നേ വരെ ഇവർ തമ്മിലൊരു ഇഷ്യൂ ഉണ്ടെന്നോ അല്ലെങ്കിൽ വൈഫിന്റെ ഒരു കോൺട്രിബ്യൂഷനെ കുറിച്ച് പറയാതിരിക്കുകയും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ചുമ്മാ തന്റെ നാട് നന്നാവത്ത്. പിന്നെ ഞാൻ പറഞ്ഞു, മനുഷ്യന്മാരാണ്. റിയൽ ലൈഫിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഓഡിറ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ദാമ്പത്യം എന്നൊക്കെ പറയണത് അതൊരു പളുങ്ക് പാത്രം പോലെയാ. താഴെ വീണ് ഉടഞ്ഞ് പൊട്ടിപ്പോവാതെ സൂക്ഷിക്കണോളിയാ. അതൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. പോകാറായില്ലേ? ഇല്ല, ടൈം ഉണ്ടല്ലോ. എന്തായി? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.